ഗുഡ് ഈവനിങ്. ഹായ് ഹായ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ലൈവ് വരുന്നത്. ഞാൻ ലൈവ് ഭയങ്കര ട്രെൻഡാണ് ആക്ച്വലി. എല്ലാവരും ലൈവ് വരുന്നുണ്ട്. ഇതുവരെ പോയിട്ടില്ല. ഞാൻ ഫോണേ ഉപയോഗിക്കാത്ത ഓക്കെ. അങ്ങ് ദൂരത്തുനിന്ന് ആദത്തിന്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ഹേ നിസാർ, ഹായ്. ജെഫിൻ, ഹലോ. Justin Georgie. Yes. Karthik calling Karthik. കാർത്തിക് അഹമ്മദ്. സോ ഈ പടം കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയും. എവിടെയാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂർ ഗരുഡ ഹോട്ടലിലാണ് നമ്മളിരിക്കുന്നത്. തൃശ്ശൂർ പെരൂർ ക്ലിപ്സ് എന്ന് പറയുന്നത് ഞാൻ, ചെമ്പൻ ചേട്ടൻ, ബാബുരാജ്, അങ്ങനെ കുറേ പേരുള്ളൊരു പടം. നരൻ നരൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പം ഞങ്ങൾ സക്സസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നരനെ വിളിച്ചു വരുത്തിയതാണ്. ഓക്കെ. സംനാഥ് ശ്രീനത്ത്, Padam. Oh, 100 people have reacted to this video so far. Super Very cool. nice. Beautiful. Very nice. I've reacted to this video. Abhilash. അബി വെള്ളത്തിലാണ്. ഓക്കെ. ഞാൻ കവി ഉദ്ദേശിച്ചത് ലിജുവിൻ്റെ കൂടെ ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഭയങ്കര നാടൻ ഒരു ഗ്രാമീണ അന്തരീക്ഷമുള്ള സിനിമയാണ്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ടൊക്കെ കുറേ പ്രിപ്പയർ ചെയ്തിരുന്നു. നിങ്ങൾ ഭയങ്കരമായിട്ട് സ്കിപ്പിംഗ് ചെയ്തു. അതല്ലേ എൻ്റെ ഒക്കെ ഒരു പ്രശ്നം അതായിരുന്നു. ഞാനൊക്കെ ഈ ന്യൂ ജനറേഷൻ ബ്രോ കാറ്റഗറിയിൽ പെട്ട് കിടക്കുമായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ ക്ലിയർ ആയി. ബോക്സർ ജനറേഷൻ അത് മാറി ശരിക്കും ഞാൻ തന്നെ മുണ്ടെടുത്ത് സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി ഓക്കെ ഞാൻ കൊള്ളാം മുണ്ടെടുത്ത് വന്നിട്ട്. ഇതൊരു ചെറുതായിട്ടൊരു ഇമേജ് മേക്ക് ഓവർ. നിങ്ങൾ ആരെങ്കിലും തൃശ്ശൂരുണ്ടെങ്കിൽ 9:30 ഷോയ്ക്ക് സ്ക്രീനിൽ ഞങ്ങൾ വരുന്നുണ്ട്. ഇന്ന് എനിക്ക് തിയേറ്ററിൽ വരുന്ന സിനിമ കാണണം. ലാസ്റ്റ് മിനിറ്റ് കോളാണ്. ബ്രോഡിൻ സുഖമാണോ? സന്ദീപ്, ഷബീർ, ജമാൽ. സൗണ്ട് ഇല്ല. അയ്യോ സൗണ്ട് ഉണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. നോ സൗണ്ട്. അതെന്തായിരിക്കും? ഹലോ കട്ടായിട്ടില്ല. അതെന്തായിരിക്കും പ്രശ്നം? സൗണ്ട് ഇല്ല, ആർക്കും സൗണ്ട് ഇല്ല. സൗണ്ട് ഇപ്പോഴുണ്ടോ? ഓക്കെ, വെരി നൈസ്. സോറി, ഞാൻ എന്റെ മൈക്ക് പൊത്തി പിടിച്ചിട്ടാണ് സംസാരിച്ചത്. അല്ല, അപ്പൊ നമ്മൾ ഈ പറഞ്ഞതൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണോ? ഇല്ലല്ലോ. ഇപ്പൊ ഓക്കെ, സൗണ്ട് ഉണ്ട്. ഓക്കെ. റിയാസ്, ബഷീർ, രഞ്ജിത്ത്, സൗണ്ട് ഉണ്ട്. ഓക്കെ, ഫൈൻ. ഓക്കെ. അപ്പൊ ഞങ്ങൾ ആക്ച്വലി പടം ഇന്നിറങ്ങി, പടം കണ്ടു. വളരെ പോസിറ്റീവ് റെസ്പോൺസ് ആണ്, വളരെ സന്തോഷത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ആക്ച്വലി നമ്മളെല്ലാവരും, ഞാൻ, ബാലു, ഗണപതി, അഭിഷേക്, ഞങ്ങളെല്ലാവരും കൂടെ ഉള്ള മിനിറ്റ് ടു മിനിറ്റ് ഇപ്പോൾ 8:30 ഉണ്ട്. അത് കാണാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള ലാഫിംഗ് വില്ല ഇപ്പോൾ ഉണ്ട്. അപ്പം നമുക്കത് ആക്ച്വലി കുറച്ച് ചാനൽ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യണം. കാര്യം നമ്മുടെ ലാലേട്ടന്റെ പുലികളുടെ ഇടയിൽ രണ്ട് ചെറിയ പൂച്ചകൾ. ഓക്കെ. പുലിമുരുകൻ നല്ല റിവ്യൂ ഉണ്ട്. എല്ലാ തിയേറ്റേഴ്സിലും ഹൗസ്ഫുള്ളാണ്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ആ തിയേറ്ററിൽ നിന്ന് കുറച്ച് ക്രൗഡ് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അതെ, മമ്മൂക്കയുടെ പടത്തിനും നല്ല റിപ്പോർട്ടുണ്ട്. അതുപോലെ ഈ കൊച്ചു അനിയന്മാരുടെ പടത്തിന് നമ്മൾ ഇന്നത്തെ ആഡ് കൊടുത്ത പോലെ അല്ലേ? അതെ, കൊച്ചനിയന്മാരുടെ ഒരു 1.5 വരവായിട്ട് വന്നു. ആക്ച്വലി നരയൻ കണ്ടു കേട്ടോ, തിയേറ്ററിൽ പോയി. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന ടൈമിൽ ഞങ്ങൾ സ്റ്റുഡിയോയിലിരുന്ന് കണ്ടു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫസ്റ്റ് ഹാഫ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ശരിക്കും ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പം ഞാനൊരു മിനിമം ഒരു 20 പ്രാവശ്യം ആ സിനിമ സ്റ്റുഡിയോയിൽ ഞാൻ ലിജുവിന്റെ കൂടെ എഡിറ്റ് ടേബിളൊക്കെ ഇരുന്ന് കണ്ടു. ഒന്നും മനസ്സിലാവൂല ഏതാ പടം കവി ഉദ്ദേശിച്ചത്. അതാരായിരുന്നു ബ്രോ? നമ്മുടെ ബാബുരാജ് ചേട്ടൻ തകർത്തല്ലോ. ബാബുരാജ് ചേട്ടനോ? പൊളിച്ചുട്ടാ. അത് നിങ്ങൾ ഹണീബീനെ പറ്റിയിട്ടാണോ പറഞ്ഞോണ്ടിരിക്കുന്നത്? റിലീസ് എന്നാണ്. നരേൻ സാറിന് സുഖമാണ്. നരേൻ സാറിന് പരമസുഖമാണ്.
സൗണ്ട് ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ. അങ്ങ് ദൂരത്ത് ആദ്യന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതും അപ്പുറത്തെ റൂമിലുണ്ട്. അവൻ അവിടെ ഞാൻ പൂട്ടിയിട്ടിട്ട് വന്നതാണ്. ഹെയർ സ്റ്റൈൽ സൂപ്പർ ആയിട്ട്. താങ്ക് യു. ഞാൻ കുറച്ച് അണ്ടർ കട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, ബിന്ദു ജോസ്, ഹലോ. അപ്പൊ നിങ്ങൾ പടം കണ്ടവർ, പടം കാണാൻ പോകുന്നവർ, അതെ, കുറച്ചും കൂടെ ഓൺലൈനിലാണെങ്കിലും നിങ്ങളുടെ വാട്സ്ആപ്പ് ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം. അക്ഷയ് പറഞ്ഞില്ല നാളെ കാണാം. അതെ, ഓക്കെ അക്ഷയ്. ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. വൈഫ് ഖത്തറിലാണോ? അല്ല, ഇവിടെ ഉണ്ട് എന്റെ കൂടെ. അവർ ഖത്തറിലായിരുന്നു, കഴിഞ്ഞ ആഴ്ച തിരിച്ചു വന്നു. ഞാൻ കവി ഉദ്ദേശിന്റെ ഷൂട്ടൊക്കെ ആയപ്പോൾ നമ്മുടെ പ്രൊഡക്ഷനും കൂടെ അല്ലേ, അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ സിനിമയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഫാമിലി ടൈം ഒന്നും ഇല്ലായിരുന്നു. 3 മാസം ഫുൾ ബാച്ചിലർ ലൈഫായിരുന്നു. എല്ലാവർക്കും അതിന്റെ അസൂയ എന്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പൊ കവി ഉദ്ദേശിച്ചതിനെ പറ്റിയിട്ട് പറയൂ. എല്ലാരും ഹലോ പറയുന്നു. അമർജിത് തുട്ടു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ വലിയ പുലികളുടെ ഇടയിൽ നമ്മുടെ സിനിമ വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ യു ഹാവ് ടു വാച്ച് ദ ഫിലിം. മുഹമ്മദ് ഇർഷാദ് പടം സെലക്റ്റീവായി തുടങ്ങിയിടും. ഞാൻ ആക്ച്വലി കുറെ നാളായിട്ട് നല്ല സ്ക്രിപ്റ്റുകൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറയുക, നമ്മള് ചില ആളുകൾ നമ്മുടെ അടുത്ത് കഥ നറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ആ സിനിമയുടെ അവർ നറേറ്റ് ചെയ്യുന്നതിന്റെ ഏറ്റവും നല്ല വേർഷൻ ആയിരിക്കും. പക്ഷെ അത് ചില പ്രശ്നങ്ങൾ കാരണം അത് ഫൈനൽ പ്രൊഡക്റ്റ് തിയേറ്ററിൽ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അല്ലാതെ മോശം സിനിമ ആരും പേർപ്പസ്ഫുള്ളി ചെയ്യാറില്ല. ഇപ്പൊ എല്ലാവരും നമ്മൾ സിനിമയിലുള്ള എല്ലാവരും നല്ല സിനിമകൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ചില സമയത്ത് അബദ്ധങ്ങൾ സംഭവിക്കും. അത് ഓരോരുത്തരുടെ സമയത്തിന്റെ പ്രശ്നമായിരിക്കും. പക്ഷെ ഈ സിനിമ എനിക്ക് തോന്നുന്നു ആസിഫും ഞാനൊക്കെ കഥ കേട്ട പോലെ തന്നെ ഒരു പക്ഷെ അതിനെക്കാട്ടിലും നല്ല രീതിയിൽ എക്സിക്യൂട്ട് ആയി വന്നിട്ടുണ്ട്. സോ നിങ്ങൾ എല്ലാവരും ഉടൻ തന്നെ തിയേറ്റേഴ്സിൽ. ബിജേഷ് ശിവൻ ചോദിക്കുന്നു, അറിയാൻ ഓർമ്മയുണ്ടോ? ബിജേഷ് നബീൽ അബൂബക്കർ, പടം സൂപ്പർ. സന്തോഷം. അല്ല, നിങ്ങൾ ഉടൻ തന്നെ പടം കാണണമെന്ന് പറയാൻ വരികയായിരുന്നു. സോ കവി സത്യത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് കാണാൻ നിങ്ങൾ സിനിമ കാണണ്ടേ? നൗഫൽ പ്ലീസ് തിയേറ്ററിൽ പോയി കാണും. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ എന്റെ മെസ്സേജ് ഞാൻ പറഞ്ഞുതരാം കവി എന്താ ഉദ്ദേശിച്ചത്. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മളൊരു ഭയങ്കര ഒരു ഗ്രാമീണ പടത്തിന് വേണ്ടിയിട്ട് പേർപ്പസ്ഫുള്ളി ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ഇരുട്ടിയിലാണ്. പിന്നെ ഈ സിനിമ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ബ്രേക്ക് ചെയ്യാം. ഈ സിനിമയുടെ ക്ലൈമാക്സ് ഓൾമോസ്റ്റ് സെക്കൻഡ് ഹാഫ് മുതൽ വോളിബോളാണ്. നരേൻ കളിക്കുന്നില്ല, ഞങ്ങളൊക്കെ വോളിബോൾ അത്യാവശ്യം ഒരു 3 മാസം കളിച്ച് ആ കളി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. സിൻസിയർ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ റെയിൽവേയുടെ കോച്ചായിരുന്നു, ആർമിയുടെ കോച്ചായിരുന്നു. അദ്ദേഹമാണ് ഞങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിച്ചത്. വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഓക്കെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പാർട്ണർ സജിൻ ജാഫർ ഉണ്ടെങ്കിൽ ഇനി ടെൻഷൻ അടിക്കേണ്ട എന്ന് കൂടെ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യണം. പടത്തിന് അത്യാവശ്യം നല്ല റിവ്യൂസ് വന്ന് തുടങ്ങുന്നുണ്ട്. ഉച്ചവരെയൊക്കെ ഞങ്ങൾക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, കുറച്ച് മോശം റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഗ്രാജുവലി ഇപ്പോൾ ഇന്ന് സെക്കൻഡ് ഷോയ്ക്ക് ആയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലായിടത്തും ഫുൾ ഷോസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പ്ലീസ് എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടൂ. പാർവതി അനു. चांद मेरा दिल चांदनी हो तुम चांद मेरा ദിൽ അങ്ങനെ എന്തല്ലേ? ചാന്ദിനി കഹാ. ചാന്ദിനി ആയിരുന്നില്ല, അത് പാർവതി ആയിരുന്നു അല്ലേ? പാർവതി കഹാ. ലൈവ് ആവുമ്പോ എന്തും ചെയ്യാന്നുള്ളൊരു അഹങ്കാരം ഉണ്ട് പറയുന്നത്. ആസിഫ് ആൻഡ് നരേൻ വെൻ ഇറ്റ് വുഡ് ബി റിലീസിംഗ് ഇൻ ദുബായ്. ഓക്കെ, ദുബായില് നമ്മൾ ഓവർസീസ് ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ ഉണ്ടാവും. അടുത്ത ആഴ്ചയാണ്. ഔട്ട്സൈഡ് കേരള അടുത്ത ആഴ്ച ഉണ്ടാവും. ബ്യൂട്ടിഫുൾ. GCC റിലീസിംഗ് എസ് പ്രമോദ് ഉടനെ തന്നെ ഉണ്ടാവും. ഒരു വിതിൻ 2 വീക്സ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. സൗദിയിലാണ്. എന്റെ നെയിം പറ ആസിഫ് ക. അസ്കർ ഇക്ബാൽ ഹലോ. ആദിൽ ഇബ്രാഹിം ഹലോ. പൊന്നാനി വരുന്നുണ്ട്. പൊന്നാനി പയ്യോളിയിൽ ബീച്ച് ചേട്ടൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്, രഞ്ജൻ പ്രമോദ് സാറിന്റെ സിനിമ. അപ്പൊ എന്തെങ്കിലും ലൊക്കേഷനിൽ വരുവാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. അബ്ദുള്ള ഐ ലവ് യു ടു. ഖത്തറിലുണ്ടോ? രാത്രി ഖത്തർ പോയ കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. അതെയോ? ഖത്തർ ഞാൻ ഒളിച്ചു പോയതായിരുന്നു. എന്നിട്ട് വരെ അറിഞ്ഞില്ലേ? മീശ പിരിക്കിക്ക. ഞാൻ മീശ ഇല്ല പിരിക്കാൻ. ഇത് ഞങ്ങളിപ്പോ
തൃശ്ശൂർ പേരൂർ പാട്ട് ക്ലിപ്തം. മലയാളം മതി സോങ് പാർവതി ലോങ് ഗ്യാപ്പ്. അത് ഞാൻ തന്നെ എന്നോട് ചോദിക്കുന്നതാണ് രതി. അല്ല, ശരിക്കും ഈ സ്ക്രിപ്റ്റ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് തീരുമാനിച്ചത് നരയൻ സ്ക്രിപ്റ്റ് കേട്ട് ഓക്കെ പറഞ്ഞതിന് ശേഷമാണ്. ഞാൻ സജിന്റെ അടുത്ത് പറഞ്ഞു, സജിൻ, നരയൻ വളരെ സെലക്റ്റീവ് ആയിട്ട് സിനിമ ചെയ്യുന്ന ഒരാളാണ്. നരയൻ അപ്പോൾ സ്ക്രിപ്റ്റ് കേട്ട് ഓക്കെ പറഞ്ഞു. എനിക്കറിയാം നരയൻ എത്ര സിനിമകൾ കാര്യം നമ്മളുടെ അടുത്തൊക്കെ ഒരുപാട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മദ്രാസിൽ പോകണം നരയന്റെ അടുത്ത് കഥ പറയാൻ. അങ്ങനെ കഥ പറയാൻ പോയിട്ട് വെള്ളപ്പൊക്കത്തിൽ പോയിട്ട് പോയ രണ്ടുപേരെ എനിക്കറിയാം. ഹേമന്ത് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ നരയൻ ശരിക്കും ഈ സ്ക്രിപ്റ്റ് ഓക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി ഇതിൻ്റെ അകത്ത് ഓക്കെ കുറച്ച് പുതിയ കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത്. പിന്നെ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ ഈവൻ ബീച്ചേട്ടനും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെ സെലക്റ്റീവായിട്ട് സിനിമ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ബീച്ചേട്ടൻ്റെ കൂടെയൊക്കെ വീണ്ടും അനുരാഗ് കരിക്കിൻ വെള്ളത്തിന് ശേഷം ബീച്ചേട്ടൻ്റെ കൂടെ വീണ്ടും ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ അടിപൊളി. തീർച്ചയായിട്ടും അഭിഷേകിന് ഒരു കെമിസ്ട്രി അത് അന്യം ആണോ അറിയില്ല. ബാക്ക് ഷർട്ട് ഫിലിമിന്റെ ഭാഗമാണോ? നമ്മൾ ഇന്നാൾ ഇതുപോലെ ലൈവിൽ എനിക്ക് ചേട്ടനാണോ? ആസിഫ് ഖാൻ, നിങ്ങൾ പൊളി ലുക്കാണ്. അതാണ് പിടിച്ചു നിക്കണ്ടേ. ഒരു സോങ് പാടുമോ? സോറി, ആ റിക്വസ്റ്റ് ഞാൻ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു. അതെ, ഹരിപ്പാട് ഇല്ലല്ലോ, ഫിലിമില്ല. ഹരിപ്പാടിൽ ഉടനെ വരുന്നതായിരിക്കും. മുസ്തഫ നരയൻ മലയാളത്തിൽ തുടരൂ പ്ലീസ്. ഞങ്ങളൊക്കെ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അലി, ഓക്കെ അലി, ഓക്കെ അലി. ഞാൻ അലിക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നരയൻ ഇനി ഒരുപാട് നല്ല സിനിമകളിൽ മലയാളത്തിൽ ഉണ്ടാകും. എറണാകുളത്ത് ഒരു ഫ്ലാറ്റൊക്കെ അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോഹിനൂരിലെ സോങ് ഒന്ന് പാടുമോ? വിജയ് യേശുദാസ് എന്നെ വണ്ടി ഇടിച്ച് കൊല്ലി ഞാൻ ആ പാട്ട് കൂടെ വെച്ച് പാടിയിട്ടുണ്ടെങ്കിൽ. ഒരു സ്റ്റോറി ഉണ്ട്, പറയണം. എന്താ വഴി പ്ലീസ്? അനീത ജോസഫ്, ബിലാൽ ഷെരീഫ് എന്നെ ഫേസ്ബുക്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യും. അപ്പൊ ഞാൻ എന്റെ നമ്പർ ഇൻബോക്സ് ചെയ്യാം. ഓക്കെ. ജിസിൻ ടോം ഹായ്. ഐസക് ജോൺസൺ ഹായ്. ഫഹദ് ബിൻ സിറാജ് ഹായ്, ലവ് യു ടു. എന്റെ നെയിം പറ. രജിൻ രാജ്, ശരത് നായർ, മീശ സൂപ്പർ ആസിഫ് ഖാൻ, താങ്ക് യു. ശരിക്കും ഞാൻ ഗിരിജ വല്ലഭൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ്. ഞാനിപ്പോൾ ഇത് നിങ്ങളുടെ മുമ്പിൽ ലൈവ് വരാൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ട് സുന്ദരനായിട്ട് വന്നാണ്. ഞാൻ കുറച്ചൊരു ഇല്ലത്തെ നമ്പൂതിരി കുട്ടിയാണ്. ഏത് ഈ പടത്തില്? യെസ്. ഓ, ഐ മീൻ ഈ പടം എന്ന് വെച്ചാൽ ആസിഫിന്റെ പുതിയ പടം. പുതിയ പടത്തിൽ റിലീസായ കവി ഉദ്ദേശിച്ചതിനെ പറ്റിയിട്ട് സംസാരിക്കാം നമുക്ക്. അല്ലെങ്കിൽ നമ്മള് ഇനി ബാക്കിയുള്ളവര് നമ്മുടെ അടുത്ത് വൺ ഡാർക്ക് ആവും ചിലപ്പോ. കല്യാണി ഹായ്. കല്യാണി, അശ്വതി ഹായ്. പ്രോജക്ട് black shirt, looking good in black shirt, both of you. Okay, thank you. Hi boss. അല്ല വരൂ ഇപ്പൊ എല്ലാവരും പടം കാണണ്ടേ? നിങ്ങൾ എല്ലാവരും പോയി പടം കാണണേ പ്ലീസ്. നമ്മള് ഇപ്പോൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മാത്രം പറയുന്നല്ല, നല്ല സിനിമ ചെയ്യണം. കാര്യം അനുരാഗ് കരിക്കിൻ വെള്ളം ശരിക്കും എനിക്ക് ഭയങ്കരമായ സന്തോഷം തന്നൊരു സിനിമയാണ്. കാരണം നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ സിൻസിയർ എഫേർട്ട് ഇട്ട് ഞാൻ ചെയ്ത പല സിനിമകൾ, ഈവൻ നിർണായകം എല്ലാം ടോറന്റിലും ബൈസിക്കിൾ തീവ്സ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ CD വന്നു കഴിഞ്ഞിട്ടാണ് ആൾക്കാർ എന്നെ വിളിച്ചു പറയും നല്ല പടമായിരുന്നല്ലോ, എന്താ തിയേറ്ററിൽ ഓടാതിരുന്നത്. ഇപ്പൊ ഈവൻ എന്റെ പടമല്ല, ഈവൻ റീസെന്റ് റിലീസായ ഗപ്പി ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ ഏറ്റവും നല്ല സിനിമകളിലൊന്നായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ ഇന്നലെ മിനിങ്ങാന്ന് DVD ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ഫേസ്ബുക്കിൽ ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടു. നമുക്ക് ശരിക്കും തിയേറ്ററിൽ, എനിക്കറിയാം നമ്മൾ പൈസ കൊടുത്താണ് സിനിമ പോകുന്നത്, അതിൻ്റെ അകത്ത് എഫേർട്ട് ഉണ്ട്, ഐ മീൻ റിസ്ക് ഉണ്ട്. എങ്കിലും സിനിമ ഒരു എന്റർടൈനർ ആണ്. അത് ഫേസ്ബുക്കിൽ കൂടെ പല ആളുകളും ഒരു എന്താ പറയുക, ഒരു ദാക്ഷിണ്യമില്ലാതെ എഴുതി നശിപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ ചെയ്യരുത്. നമ്മുടെ ഇൻഡസ്ട്രി വലുതാവണം, നമുക്ക് വലിയ 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 സിനിമകൾ ചെയ്യും. ഇപ്പൊ പുലിമുരുകന്റെ സക്സസ് ശരിക്കും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ്. എനിക്ക് തോന്നുന്നു ഇനിയും വലിയ വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ മലയാളത്തിൽ ചെയ്യാനുള്ള ഒരു ധൈര്യം ആൾക്കാർക്ക് തരും. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമകൾ കാണണം. റിവ്യൂസ് എഴുതുമ്പോൾ സിൻസിയർ ആയിട്ടുള്ള റിവ്യൂസ് എഴുതാം. അതെ, അഥവാ നെഗറ്റീവ് റിവ്യൂസ് ആണെങ്കിൽ തന്നെ അതിന് നമ്മൾ പറയില്ലേ ഒരു എത്തിക്സ് അതിൽ ഇൻവോൾവ് ചെയ്തിട്ട്. ഗോകുൽ കൃഷ്ണ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഐ ലവ് യു ടു. യെസ്, ലവ് യു. മനു മെഹ്റൂഫ്, യെസ്, തൃശൂർ പേരൂർ. ഞാൻ തിയേറ്ററിൽ. ശരത്ലാൽ രാമചന്ദ്രൻ,
എന്നെ കണ്ണാടി വെച്ചാണ് നിങ്ങൾ കുറെ ഫോട്ടോസ് കണ്ടിട്ടില്ല, എനിക്ക് ഷോർട്സ് ആയിട്ടുണ്ട്. അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ നോക്കണം ചിലത് വായിക്കാൻ. ഷോർട്ട് സൈറ്റ് ഉണ്ടല്ലേ? ഐസക് ജോൺസൺ, നരയൻ ചേട്ടോ, കാശ് കൊടുക്കാനുള്ള ആരോ നരയൻ ചേട്ടോ. പ്രൈം ടൈം മീഡിയ വാച്ചിങ്, താങ്ക് യു സോ മച്ച് പ്രൈം ടൈം മീഡിയ. താങ്ക് യു. ലാലേട്ടൻ ആൻഡ് മമ്മൂക്ക. ശരിക്കും ഞാനും ഇന്നലെ ടിക്കറ്റിന് വേണ്ടി ട്രൈ ചെയ്തിരുന്നു, പക്ഷെ എന്റെ ഷൂട്ട് കഴിയാത്തോണ്ടാണ്. രണ്ടും ഇവിടെ തൃശ്ശൂർ തോപ്പിൽ ചോപ്പനും പുലിമുരുകനും ഹൗസ്ഫുള്ളാണ്. ഭാഗ്യത്തിന് അതിന് രണ്ടിനും ടിക്കറ്റ് കിട്ടാത്തവർക്ക് ഒരു ഓപ്ഷനായിട്ട് നമ്മുടെ വന്നിട്ടുണ്ട്. ഇന്നലെ അങ്ങനെയായിരുന്നു ഞങ്ങൾ കരുതിയിരുന്നത്, പക്ഷെ അങ്ങനെയല്ല. ശരിക്കും ഈ സിനിമ ഇറ്റ്സ് വർത്ത് വാച്ചിങ്. നരയൻ അസലായിട്ട് പാടും. ഈ ഒരുപാട് പേടും. മറ്റേ അന്ന് സ്റ്റേജിൽ പാടിയായിരുന്നു കുമാരസാനുമായിരുന്നു. കുമാരസാനുവിന്റെ മറ്റേ വോയിസ് ഞാൻ പതുക്കെ ഇട്ടിട്ട് അവര് പക്ഷെ അത് കണ്ടുപിടിച്ചു, പക്ഷെ ടി വിയിൽ അത് ആരും അറിഞ്ഞിട്ടില്ല. ആസിഫ് ക ഒരു ഹായ്. ദീപു ബിഗ് ബി പേരൊക്കെ ഒന്ന് പറയക്ക. മിറാജ് മുഹമ്മദ്, അഖിൽ വിഷ്ണു, ആസിഫ് നരയൻ, അഖിൽ. ഓക്കെ, അടുത്തത് ഹണിബി 2 ആണ് അടുത്ത ഷൂട്ട് തുടങ്ങാൻ പോകുന്നത്. അതൊരു നവംബർ ആദ്യമൊക്കെ ആയിട്ട് നമ്മൾ തുടങ്ങും. സ്ക്രിപ്റ്റ് ഒക്കെ കഴിഞ്ഞു. വാട്ട് അബൌട്ട് അഞ്ജു കുര്യൻ? സെബിൻ എബ്രഹാം. അഞ്ജു കുര്യൻ നല്ലൊരു ആക്ട്രസ് ആണ്. സിനിമ കാണുക, അത് കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അഞ്ജു എങ്ങനെ ഉണ്ടെന്ന്. പടം കണ്ടു കഴിഞ്ഞിട്ട് എന്റെ മോള് പറഞ്ഞു, പ്ലീസ് ടെൽ ഹർ ദാറ്റ് ഐ റിയലി ലവ് ഹർ സോ മച്ച് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, should I tell her that you really love her so much or അച്ഛനാരാ മോൻ? രഞ്ജിത്ത് മേനോൻ. അമർനാഥ് EVM ഹായ്. ഹായ് അമർനാഥ്. അഞ്ജു രാജ് ഹലോ. റമീസ്, റോഷിത്, മുഹമ്മദ് നവാസ്, സുഹേൽ. നെക്സ്റ്റ് ഫിലിം പൊളിക്കുക. ഈ ഫിലിം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് പ്രോജക്റ്റ് ചെയ്ത നരയൻ സംസാരിക്കൂ പ്ലീസ്. നരയനെ കൊണ്ട് സംസാരിപ്പിക്കരുത്, എന്റെ കൈ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആസിഫ് മലയാളം പഠിച്ചു, മനസ്സിലായി? നിങ്ങളത് ഭയങ്കര ഇംഗ്ലീഷ് ആയിരുന്നു. ഇല്ലല്ലോ, മലയാളം. ഞങ്ങള് കവി ഉദ്ദേശിച്ചതില് ഞാൻ, ബാലു, ഗണപതി, അഭിഷേക്, സുധീകോപ്പ, ഞങ്ങൾ എല്ലാരും ഒരു ഡാൻസ് ഐറ്റം ചെയ്തിട്ടുണ്ട്. ഗംഭീരായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങളുടെ ഷൂട്ടിംഗ് സമയത്ത് കണ്ടില്ലായിരുന്നു. ഞാൻ എഡിറ്റ് ഷൂട്ടിലാണ് ആദ്യം കണ്ടത്. അത് ബ്യൂട്ടിഫുൾ, നന്നായിട്ടുണ്ടായിരുന്നു. സോങ് ആൻഡ് ഇറ്റ്സ് കം ഔട്ട് റിയലി വെൽ. ശരിക്കും ഈ സിനിമയുടെ ഒരു വലിയ പ്രശ്നം അതായിരുന്നു. കാര്യം ഞങ്ങള് ഇപ്പൊ സോങ് ഷൂട്ട് ചെയ്തു, ഡാൻസ് പ്ലാൻ ചെയ്തു. അപ്പൊ ഞങ്ങക്ക് നോ പറയാൻ പറ്റില്ല. കാര്യം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ദ ബെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു വാശിയുണ്ട്. ഈവൻ വോളിബോൾ തന്നെ, ഞാൻ താമസിക്കുന്നത് എറണാകുളത്താണ്. ഞങ്ങൾ താമസിക്കുന്ന വില്ലയില് അതിന്റെ നടുക്ക് ഒരു ചെറിയ പ്ലേ ഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ഞങ്ങൾ വോളിബോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ, ബാലു, സുധീകോപ്പ, ഗണപതി, അഭിഷേക് ഞങ്ങളെല്ലാരും കൂടെ പയ്യെ തുടങ്ങി. പിന്നെ പയ്യെ എന്റെ ഫ്രണ്ട്സ് വന്നു, അവര് വന്നു. അപ്പൊ ഞങ്ങൾ ടീം ഇട്ടു. ഒരു ടീമിൽ 7 പേര്, മറ്റേ ടീമിൽ 7 പേര് എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് അസോസിയേഷൻ ഞങ്ങൾ അവിടുന്ന് പുറത്താക്കി. അത്രയൊക്കെ സിനിമയ്ക്ക് വേണ്ടിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇത്ര നന്നായി കളിച്ചിരുന്നു. ഷോക്ക് ടൈമായി. ഇല്ലടോ, 9:30 ശ്രീല് ഷോ. ഒന്ന് നോക്കൂ ചേട്ടാ. അബിൻ രാജൻ. നസീർ. നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് നമ്മുടെ ഓൺലൈനിലെ 2 ഫ്രണ്ട്സും കൂടെ ഇവിടെ ഉണ്ട്. കാണുന്നില്ലേ? സോറി. അവരിവിടെ വളരെ ശബ്ദമൊക്കെ ഉണ്ടാക്കാതെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. തമ്പി എപ്പടി ഇருக்கு? സൗഖ്യമാ സെൽവ? നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള ആരോപണം. തമിഴ്നാട്ടിൽ എന്റെ അടുത്ത സിനിമയുടെ പേര് റം എന്നാണ്. ഓഹോ, ഉമ്മയൊക്കെ തരാൻ തുടങ്ങി. പപ്പുറത്ത് നിന്ന് സമ ചോദിക്കുക ആർക്കാണ് ഫോണിൽ കൂടെ ഉമ്മ കൊടുക്കണമെന്ന്. ബാസിന് ഒരു റിപ്ലൈ കൊടുക്കാൻ. ചോദ്യം എന്താണ്? നിങ്ങൾ ആരെങ്കിലും കവി ഉദ്ദേശിച്ചത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി എനിക്ക് മെസ്സേജ് ചെയ്യും. കാണുമ്പോ എങ്കിലും ഒരു സന്തോഷം കിട്ടും. ദിവ്യ ഹായ്. കുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ല. അതെ, പടം അഭിഷേക് ശ്രീജിത്ത് രാഘവൻ ഹായ്.
ഒരു 100 മെസ്സേജസ് അയച്ചു ഞാൻ. ഒന്ന് റിപ്ലൈ ചെയ്യ്. ക്രിഷ എന്താണ്? ഹായ് ക്രിഷ. സൽമ അബ്ബാസ് ശരി. ഹായ് ആസിഫ് കോ. റഫ ഫാനൂൻ. അഞ്ജു രാജ് ഹായ്. ഹായ് പറ ചേട്ടാ. ചെയ്തിട്ടുണ്ട് ഏതിനാണ് അവരെ? ഏതാണോ? ഞങ്ങള് രണ്ടുപേരും ആണോ? ഓ നിങ്ങള് രണ്ടുപേരാണോ? ഓക്കെ. അവര് എന്റെ പേജ് ഓപ്പറേറ്റ് ചെയ്യുന്ന കുട്ടികളാണ്. നെയിം പറ. നരേൻ ചേട്ടൻ ഉമ്മ. ബാസിം മുഹമ്മദ് ഉമ്മ. ഹണിബി 2 ഷൂട്ട് നവംബറിലുണ്ട്. കിരൺ കിച്ചു കുമാർ. കെ ഹാരിസ്. പടം പൊളിച്ചു. താങ്ക് യു ഹാരിസ്. പടം ഞങ്ങള് പറഞ്ഞില്ലടോ, ഭയങ്കര പ്രതീക്ഷയായിരുന്നു പടത്തിന്. കരിക്കും വെള്ളം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് റിലീസ് ആവുന്ന പടം. അപ്പൊ ആ പടത്തിൽ കൂടെ കിട്ടിയ ഒരു നല്ല പേര് ഇനി കണ്ടിന്യൂ ചെയ്യണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് സിൻസിയറായ അപ്രോച്ച് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇനി വരാനിരിക്കുന്ന സിനിമകളിലൊന്ന് അവരുടെ രാവുകൾ, മറ്റേത് അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ. രണ്ടും ഞാൻ വളരെയധികം പ്രതീക്ഷയോടെ കാണുന്ന സിനിമകളാണ്. രണ്ടിന്റെയും പേര് കൊള്ളാൻ. അവരുടെ രാവുകൾ എന്നാണ് ശരിക്കും പേര്. അതിൻ്റെ അകത്ത് ഇപ്പം ഹണി റോസ് തന്നെ പറഞ്ഞൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഹണി റോസിന്റെ പോസ്റ്റർ വെച്ചിട്ട് അവരുടെ രാവുകൾ എന്നിട്ടപ്പോ ഒരാൾ എന്നെ വിളിച്ചു, ഇത് അവളുടെ രാവുകളുടെ റീമേക്ക് ആണോ എന്ന് ചോദിച്ചു. കോമഡി ആയിട്ട് എടുക്കാവല്ലേ. മനു സൂപ്പർ. ഇക്ക പടം അടിപൊളിയായിട്ടോ. നിങ്ങളൊക്കെ ഒന്ന് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. അതായത് നമുക്ക് വളരെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ, കടലിൽ കായം കലക്കിയ പോലെയാണ് നമ്മൾ ഇരിക്കുന്നത്. വലിയ പടങ്ങളുടെ ഇടയിലാണ്. ശരിക്കും ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിന്റെ ഇടയിൽ കൊണ്ട് പടം ഇറക്കരുത്, വളരെ ഒരു ഗ്യാപ്പ് നോക്കി ഇറക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് നമ്മുടെ സിനിമയിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ പൂജ ഹോളിഡേയ്സ് ആണ്, പഠിക്ക് എന്ന് പോലും വീട്ടുകാർക്ക് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയുള്ള സമയമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് സിനിമ തിയേറ്ററിൽ വന്ന് കാണും എന്നുള്ളൊരു ധൈര്യം എനിക്കും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റിസ്ക് എടുത്ത് റിലീസ് ചെയ്തത്. വെറുതെ ആയില്ലെന്ന് തോന്നുന്നു. സുനിൽ ഭായ്, ഓ നിങ്ങൾ അങ്ങനെയൊക്കെ ഓർക്കുന്നുണ്ടല്ലോ ആൾക്കാർ. നരേൻ ചേട്ടാന്ന് വിളിക്കണോ നരേട്ട എന്ന് വിളിക്കണോ? കവി പൊളിച്ചു, കവികൾ പൊളിച്ചു. എന്റെ കൈ വേനത്. സൂപ്പർ മൂവി. താങ്ക് യു. ഷെയർ ചെയ്യാം. അമീൻ താങ്ക് യു. താങ്ക് യു അമീൻ. നല്ല നാടൻ ജോബ് എൻജോയ്. യെസ്, GCC റിലീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഉടനെ അറിയിക്കാം. ഫേസ്ബുക്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. കവി ഉദ്ദേശിച്ചത് പൊളിച്ചു മച്ച. ഞാൻ ഒരു മിനിറ്റ് ബാലുവിന് ഫോൺ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ബാലു ഉണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ കൂടെ സംസാരിക്കാം. അങ്ങനെ ഇങ്ങനെ ആരെങ്കിലും ലൈവ് വന്നിട്ടുണ്ടോ? ഫോൺ ചെയ്തിട്ട് അത് കിട്ടുമോ നോക്കാം. തകർത്തു. ഹായ്. മച്ചാനെ ലൈവ് ആണ് കേട്ടോ. ഞാനൊന്ന് ലൗഡ് സ്പീക്കറിൽ ഇടുന്നുണ്ടേ. ഫേസ്ബുക്കിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഒന്ന് ലൗഡ് സ്പീക്കറിൽ ഇടുന്നുണ്ട്. ഒരു മിനിറ്റ്. ഹായ് പറഞ്ഞോ. മച്ചാനെ തിയേറ്ററിൽ പോയി കണ്ടിട്ട് എങ്ങനെയുണ്ട്? തിയേറ്ററിൽ പോയി ഞാൻ എറണാകുളത്ത് PVR പോയി കണ്ടു. എല്ലാരും വളരെ ഹാപ്പിയാണ്. തിയേറ്ററിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ആൾക്കാരൊക്കെ എല്ലാരും ഹാപ്പി ഫീലായിരുന്നു. ഭയങ്കര നല്ല റെസ്പോൺസാണ് എല്ലായിടത്തും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫോണിപ്പോ താഴ്ച സമയം കിട്ടത്തില്ല, എല്ലായിടത്തും നല്ല കോൾസ് വരുന്നുണ്ട്. ഹാപ്പി ഫീൽ മച്ചാനെ. അടിപൊളി മച്ചാനെ. ഞാൻ തൃശ്ശൂർ ഷൂട്ടിലാടാ. എല്ലാരും ലൈവ് കയറുന്നു. അപ്പൊ ഞാൻ മാത്രം ഫേസ്ബുക്കിൽ ലൈവ് വരുന്നില്ലെന്ന് ഒരുപാട് കംപ്ലൈന്റ് കേൾക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈം ലൈവ് ആയതുകൊണ്ടേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ കുറെ നേരം ഇവരെ ബോറടിപ്പിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ ബാലുക്കുട്ട, താങ്ക് യു സോ മച്ച്. ഓക്കെടാ ബൈ. എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് ശരിക്കും. റിലീസിംഗ് ഇൻ യൂറോപ്പ്. ഓക്കെ. യൂറോപ്പ് വലിയ വലിയ കാര്യങ്ങളിലൊക്കെ ഞാനതിപ്പോൾ പറയാം. എനിക്ക് അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്ന് ഗൾഫ് റിലീസ്. ആരാ ഈ ബാലു എന്നോ? ആംബ്രോസ്, നമ്മുടെ പാൽക്കാരൻ പയ്യനോ? നിങ്ങൾ കവി ഉദ്ദേശിച്ചത് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതെ, അത് ആംബ്രോസ് ഉമ്മാൻ. ഓക്കെ, നമ്മുടെ UK യൂറോപ്പ്
എടുത്തിരിക്കുന്നത് ജോൺ എന്റർടൈൻമെന്റ്സ്. October 14 റിലീസുണ്ട്. നന്മ ഇന്റർനാഷണൽ ആണ് ഏഷ്യ പസഫിക് ആൻഡ് ആഫ്രിക്ക എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ മൂവീസ് ആണ് USA ആൻഡ് കാനഡ. ഓക്കെ, ആ പ്രശ്നം ഞാൻ സോർട്ട് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. വേൾഡ് വൈഡ് റൈറ്റ്സ് ഫോർ സൈബർ സിസ്റ്റംസ്. ഓക്കെ, മഴവിൽ മനോരമയിൽ മിനിറ്റ് ടു മിനിറ്റ് ഉണ്ട്. സൂര്യ ടിവിയിൽ ലാഫിംഗ് വില്ല ഉണ്ട്. അപ്പൊ അതൊക്കെ കാണും. അഞ്ജു സണ്ണി ഹലോ. പാർവതി അനു എന്റെ മൊബൈലിന്റെ പ്രശ്നമാണോ എന്ന് കേൾക്കാൻ പറ്റും. ഷാലു, താങ്ക് യു ഷാലു. വെറുതെ അങ്ങ് പോയില്ല, ഞങ്ങൾ ഷെയർ ചെയ്തോളാം. ചേട്ടാ തൃശ്ശൂരിൽ എവിടെയാണ്? ഇന്ന് അരിയങ്ങാടിയിലായിരുന്നു ഷൂട്ട്. നമ്മൾ റിലീസൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പാക്കപ്പായി. ശ്രീലാൽ എസ് നായർ, ഹായ് സഞ്ജു. ഹാരിസ് ആസിഫ് കാ. അത് സൗണ്ട് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മ ചെക്ക് ചെയ്തതാണ് കേട്ടോ. ഒരു സെൽഫി സ്റ്റിക്ക് മേടിക്കൂ. ഓ സത്യം, ഞാനേ ഈ ഫോണും സെൽഫിയൊന്നും എൻ്റെ അല്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ഉപയോഗിച്ച് ശീലമില്ലാത്തത്. അതിന് ഫോണൊക്കെ പുതിയത് മേടിക്കാറൊക്കെ ഉണ്ട്, പക്ഷെ ഉപയോഗിക്കാറില്ല. രണ്ടുപേർക്കും ഉമ്മ. അജ്മൽ ഉമ്മ. ഹലോ ആസിഫ് ഖാ. ബാസിം മുഹമ്മദ്, ഷഫീഖ്. ബീച്ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? ബീച്ചേട്ടൻ മിന്നൽ സൈമൺ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ നമ്മുടെ പടത്തിന്റെ ഒരു പ്രത്യേക ഒരു എന്താ പറയാ, ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സമയത്താണ് ബിജുവിന്റെ എൻട്രി. അല്ല, എന്റെ അടുത്ത് ഞാൻ ശരിക്കും ടെൻഷൻ അടിച്ചിരുന്ന ഒരു കാര്യം അതാണ്. ബീച്ചേട്ടൻ സെക്കൻഡ് ഹാഫിൽ വരുന്നതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് മുഴുവൻ ആൾക്കാർ ബീച്ചേട്ടനെ വെയിറ്റ് ചെയ്യും എന്നുള്ളൊരു പേടി എനിക്കാണ്. പക്ഷെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. അതുപോലെ എനിക്ക് ആ ബാലു അഭിഷേകിന്റെ സുരേഷ് ഗോപി എപ്പിസോഡ് ഭയങ്കര കോടീശ്വരൻ. അതൊക്കെ നിങ്ങൾ പോയി കാണൂ തിയേറ്ററിൽ പ്ലീസ്. ബിനീഷ് പല്ലിശ്ശേരി, ആസിഫ് ജി ഹലോ. ഹായ് ജിപ്സൺ. ഈ ലൈവ് ഞാൻ ഇനി ഇടക്കിടക്ക് ലൈവ് വരണ്ട. ഞാൻ നിങ്ങൾ ഒരു ദിവസം ലൊക്കേഷനിൽ ലൈവ് ഷൂട്ട് കാണിച്ചാല്. എനിക്ക് ഇഷ്ടമായി ലൈവ്. ശരിക്കും ഞാനും തന്നെ ഇതൊക്കെ മാറി നിൽക്കുക. ബീച്ചേട്ടൻ തകർത്തു ജെയിംസ്, സത്യം ഇടും. ബീച്ചേട്ടൻ ലൊക്കേഷനിലേക്ക് വരുമ്പോ ഭയങ്കര എനർജിയാണ് നമുക്ക്. സുമിന്ന നൌഷാദ്, ആഡം ബോയ് അപ്പുറത്തെ റൂമിലുണ്ട്. ഇടയ്ക്ക് നിങ്ങൾ ഡാഡ എന്നൊരു വിളി കേൾക്കുന്നില്ലേ? ഞാൻ അവനെ അപ്പുറത്തെ റൂമിൽ പൂട്ടിയിട്ടേക്കാണ്. ഭയങ്കര അഡോറബിൾ ആഡമലി എന്നാണ് ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ അവനെ വിളിക്കുന്നത്. ശരത് നായർ, ഒരു രക്ഷയില്ല, കൊല്ലം മാസ് പടം. 25,000 comments so far. അടിപൊളി, എനിക്ക് ഇഷ്ടമായി ഇത്. That's beautiful. Very nice. Hello Asif Khan and Narayan, you guys rock. Yep. Chindu Mohan Das, Kiran GS. Tony is my favorite of yours. ശരിക്കും എന്റെയും ഭയങ്കര ഫേവറേറ്റ് സിനിമയാണ് ഐ എം ടോണി. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തതാണ്. പക്ഷെ അത് അറിയില്ല, തിയേറ്ററിൽ എന്തോ സംഭവിച്ചു ആ പടത്തിന്. ഇപ്പോഴും ഞാൻ നമ്മൾ ഈ കേരളത്തിന്റെ പുറത്തുനിന്ന് പരിചയപ്പെടുന്ന സിനിമ ആൾക്കാർക്കൊക്കെ എന്റെ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന CD ടോണിയാണ്. സൂപ്പർ പടം. താങ്ക് യു മനു. പോലപ്പൻ അനൂപ് കുമാർ, താങ്ക് യു. എനിക്ക് സത്യമായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാനും സജിനും കൂടി ഇത് പ്രൊഡ്യൂസ് ചെയ്ത് എന്ന് പറയുമ്പോൾ ഇതിന്റെ സെക്കൻഡ് ഹാഫ് കണ്ടവർക്ക് അറിയാം നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാളൊക്കെ ഒരുപാട് ബഡ്ജറ്റ് കയറിപ്പോയി. അപ്പൊ നമുക്ക് അങ്ങനെ വാരി ഭരിച്ച് പ്രൊമോഷൻ ഒന്നും ചെലവാക്കാനുള്ള പൈസ ഇല്ല. അപ്പൊ നിങ്ങളൊന്ന് സഹായിക്കണം. ഞാൻ ഒരുപാട് ഭവ്യത കാണിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ സിൻസിയർ ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ്. എന്റെ മുഖത്ത് ആ സന്തോഷം കണ്ടാൽ ആസിഫ് അലി എന്ന നടനല്ല, ആസിഫ് അലി എന്ന പ്രൊഡ്യൂസറാണ്. ഇവരൊന്നും എനിക്ക് ഡിസ്കൗണ്ട് ഒന്നും തന്നില്ലടോ. ഗിരി ഗംഗ പൊളിച്ചു. എടാ ആദുനൊന്ന് വിളിച്ചോണ്ട് വരുമോ? ഭയങ്കര ബഹളം അവിടെ. ഹായ് ബ്രോസ്. ചോദിച്ചു ഒന്നിനും മറുപടി ഇല്ല. അയ്യോ നൗഫി, ഞാൻ ഒന്നും കണ്ടിട്ടില്ലടോ. ഒരാള് വന്നിണ്ടേ. നമസ്കാരം. വാൽ മിസ്റ്റർ നരേന്റെ വാലായിട്ടുണ്ടായിരുന്നു. ഷാജി പാപ്പൻ, ഷാജി ബോസ്കോയുടെ ബോസ്കോ, വട്ടത്തിൽ ബോസ്കോയുടെ വലങ്കൈ. ഇതിൽ ഒരുപാട് നേരം ലൈവ് പോയ പ്രശ്നമൊന്നുമില്ലല്ലോ. മാർക്ക് സുക്കംബർഗ് നമ്മളൊന്നും പറയില്ലല്ലോ. അയാളൊരു മാർക്ക് ഇടും.
പ്രൊഡ്യൂസർ വന്നു. അതൊരു ഹായ് പറഞ്ഞേ. ഏയ് അത് ഭയങ്കര സ്മാർട്ടാണെന്നൊക്കെ ഡാഡ പറഞ്ഞു. മിണ്ടായിരിക്കല്ലേ? അതെ, ഷൂട്ടിങ് ആക്ഷൻ പറയേണ്ടി വരും ചിലപ്പോ അവൻ എന്തെങ്കിലും പറയാം. യെസ് ചേട്ടാന്നോ? ചേട്ടാ ഒരു ഹായ്. പുള്ളിയുടെ ഇനീഷ്യൽ ആയി. ഓക്കെ സോറി. ഫുൾ നെയിം സപ്പോർട്ട് ഉണ്ട്. ഇങ്ങനെ പിടിക്കാമോ? അത് അതൊന്ന് മിനിറ്റ് ആക്കി. മിനിറ്റ് അതൊരു ഭയങ്കര നാണമായി. അത് വലിയ ഏതാണ്ടൊക്കെ എഴുതിയിട്ടുള്ളൂ. അയ്യോ, റെമോ ഡെവിൾ പുലിമുരുകൻ ജോപ്പൻ ഡു യു തിങ്ക് യു. എനിക്ക് ഞാൻ ആ ക്വസ്റ്റ്യൻ I love you, Adam. ദാ ഒരാള് അയച്ചു. Love you, love you. അത് I love you, I love you പറഞ്ഞേ. Flying kiss. I love you പറഞ്ഞേ. Wash. Flying kiss. എനിക്ക് ആ ക്വസ്റ്റ്യൻ ഞാൻ മൊത്തമായിട്ട് കണ്ടില്ല. അതൊരു സേഫ് ടൈമിലാണോ നമ്മൾ റിലീസ് ചെയ്തതെന്നാണോ ചോദിച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരിക്കലും അല്ല. എനിക്കറിയാം ഭയങ്കര ബിഗ് ബഡ്ജറ്റ് സിനിമകളും നമ്മുടെ ഫേവറേറ്റ് സൂപ്പർ സ്റ്റാർ മെഗാ സ്റ്റാർസിന്റെ പടങ്ങളൊക്കെ റിലീസായിട്ടിരിക്കുന്ന ടൈമിലാണ്. എങ്കിൽ പോലും എല്ലാവരും പറഞ്ഞ ഈ സിനിമയിൽ ഞങ്ങൾക്കൊരു ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നല്ലൊരു ഇത്രയും അവധി അടുപ്പിച്ചുള്ളത് കൊണ്ടുമാണ് നമ്മളിങ്ങനെ ഒരു റിസ്ക് എടുത്തത്. അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു DVD ഹിറ്റോ ടോറന്റ് ഹിറ്റോ ആക്കരുത്, ഇതൊരു തിയേറ്റർ ഹിറ്റ് തന്നെ ആക്കണം. എനിക്കങ്ങനെ ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെ സിനിമകളുടെ വിജയം സെലിബ്രേറ്റ് ചെയ്യണം. ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. അത് 1 അവിടെ 6. ഒരു ഹായ് പറയാൻ. ഒരു ഹായ് പറയും. അവിടെ ചോദിക്കുന്നു. ഹായ് പറയാൻ. ഹായ് പറയുന്നു. അശ്വിൻ വാവയ്ക്ക് ഉമ്മ വന്നിരിക്കുന്നു. അതൊരു ഹായ് പറഞ്ഞേ. ഒരു ഹായ് പറയും. ഒരു ഉമ്മ കൊടുത്തേ. ഞങ്ങള് ആക്ച്വലി ഷൂട്ടിലായതുകൊണ്ട് മറ്റു സിനിമകളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. മുരുകനാണോ ജോപ്പനാണോ ഇഷ്ടമായെന്നൊക്കെ ചോദിക്കുന്നു. അയ്യോ, ഞാൻ സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ 2 സിനിമയും പോയി കാണും. ആദ്യം എന്റെ സിനിമയൊന്നും കാണട്ടെ. ഞാൻ ഇന്ന് പോയി. പ്രശാന്ത് ഏട്ടനും ഇന്ന് നമ്മുടെ കൂടെ തൃശ്ശൂർ ക്ലിപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന് എന്റെ റൂമിലേക്ക് കുറെ നേരമായി വിളിക്കുന്നു. കുളിച്ച് സുന്ദരനായി പൗഡർ ഇട്ട് തരാം എന്ന് പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. I love you too bro, David ജീവൻ. ഒത്തിരി ഉമ്മകൾ വരുന്നുണ്ട്. അത് മുഴുവൻ അത് ഞാൻ പറഞ്ഞത്, ഈ ഫോണിൽ കൂടെ ഉമ്മ കൊടുക്കും. അപ്പുറത്ത് അമ്മ ചോദിക്കുകയാണ് ആർക്കാണ് ഈ ഉമ്മ കൊടുക്കുന്നത്. പ്രശാന്ത് ഹായ്. അത് സൂര്യ. സൂര്യ ഹായ് പറയുന്നു. ഒരു ഹായ് പറയടോ. ഒരു ഹായ് പറഞ്ഞേ. അതൊരു ഹായ് പറയും. അവൻ പറയുന്നത് എല്ലാവരും പടം കണ്ടാലേ ഹായ് പറയുള്ളൂ. ശരിക്കും ആക്ച്വൽ പ്രൊഡ്യൂസർ ഇതാണ്. ആഡംസ് വേൾഡ് ഓഫ് ഇമാജിനേഷൻ ഇദ്ദേഹത്തിന്റെ ആണ്. ഓ, എനിക്കൊരു ഹായ്. രോഹിത്. കടിക്കരുത് കണ്ടോ? കടിക്കരുത്. എല്ലാരും കാണുന്നത്. എല്ലാരും കാണുന്നത്. അവര് വിശക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ കഴിയും. അത് നോ ഇവൻ നമ്മളെ കടിക്കും. ഷൂട്ട് ചെയ്തു. ഓക്കെ. അപ്പൊ ഞാനെന്നാ സിനിമയ്ക്ക് പോട്ടെ. ഇനി ഇതുപോലെ ഒരു ഫ്രീ ടൈമിൽ ഞാൻ ലൈവ് വരാം. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വീട്ടിൽ കാമുകിമാരെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു സൂത്ര വഴി ഈ സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞ് താങ്ക്സ് പറഞ്ഞ് കുറച്ച് പേര് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അത് മിസ് ചെയ്യരുത്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബാലുവും അഭിഷേകും കൂടെ ഉള്ള ഒരു കിടിലം സീനുണ്ട്. അതും കാണണം എല്ലാവരും. ഓക്കെ, അപ്പൊ ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നു. കവി ഉദ്ദേശിച്ചത് തിയേറ്റർ റെസ്പോൺസ് നല്ലതുണ്ട്. സിനിമ കണ്ട എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് അറിയിച്ചത്. അപ്പൊ ഇതൊരു DVD ഹിറ്റും ഒരു ടോറന്റ് ഹിറ്റുമായി ഒതുങ്ങരുത്. ഇതൊരു നല്ല തിയേറ്റർ റെസ്പോൺസ് ഉണ്ടാകുന്നു, നല്ലൊരു തിയേറ്റർ ഹിറ്റ്, ഒരു സൂപ്പർ ഹിറ്റ് എന്നൊക്കെ ഞാൻ ചോദിക്കുന്നു. എന്റെ ആഗ്രഹം കൊണ്ടാണ്. നല്ലൊരു സിനിമയാക്കണം ഇത്. നല്ലൊരു വിജയം ഉണ്ടാവണം. ഇനിയും ഇതുപോലെ സിനിമകൾ ചെയ്യാനുള്ള ധൈര്യം ഞങ്ങൾക്ക് തരണം. അപ്പോ താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ.